വേറെ കോടതിയെ തന്നെ വിശ്വാസമില്ല എന്ന രൂപത്തിലേക്ക് വരുന്നു. അത് വരാൻ പാടില്ലല്ലോ. കേരളത്തിലെ ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം പ്രഖ്യാപിച്ച് SIT നിശ്ചയിച്ചതിന് ശേഷം ആ അന്വേഷണം വരുന്നവരെ കാത്തിരിക്കണ്ടേ? അത് കാത്തിരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കോടതിയെ വിശ്വാസമില്ലെന്നല്ലേ. ഇപ്പോൾ കോടതി കൃത്യമായി കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരുന്നു. അപ്പോൾ പൊതുവിൽ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വെളിയിൽ ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ട രൂപത്തിലും ഒപ്പം നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രതികളെ കൊണ്ടുവരാൻ തക്ക രൂപത്തിലും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് സ്വാഗതം ചെയ്യല്ലേ നമ്മൾ. നിശ്ചയമായും ബഹുമാനപ്പെട്ട കോടതിയുടെ ആ നിലപാടുകൾ, സർക്കാരിൻ്റെ നിലപാടുകൾ ഒരേപോലെയാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ വെളിയിൽ വരണം. 2019 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഈ സംഭവങ്ങൾ ആരൊക്കെ ഉത്തരവാദിയാണോ, ഇനി അതല്ല അതിനു മുമ്പ് 98 സമർപ്പിച്ചവിടെ മുതൽ ഇപ്പോൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായി അന്വേഷിച്ച് SIT വെളിയിൽ കൊണ്ടുവരട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ എടുക്കാം. അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ വന്നാൽ ഇതുവരെ ഞങ്ങളുടെ മുമ്പിൽ റിപ്പോർട്ട് വന്നില്ല. വരുമ്പോൾ എന്താണെന്നൊരു പരിശോധന. അത് ആരുടെ ഇതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, X or Y. അതിലാര് കുറ്റക്കാരായിരുന്നാലും 2019 കാലഘട്ടത്തിൽ ഏത് തരത്തിലുള്ള കുറ്റവാളികളായാലും ഒരാളും രക്ഷപ്പെടാൻ പാടില്ല എന്നാണ് ഗവൺമെൻറ് നിലപാട്. നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ചൊരു ധാരണയില്ലായ്മ ആ ചോദ്യത്തിൽ. ഏഷ്യാനെറ്റിലെ ഒരു വെളിപ്പെടുത്തൽ നിങ്ങളോട് തന്നെ നേരിട്ട് പറയാം. വെളിപ്പെടുത്തലാണല്ലോ ഉണ്ണികൃഷ്ണൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആദ്യം. ആ വെളിപ്പെടുത്തൽ വരുന്നതാട്ടെ 3 ദിവസം അയ്യപ്പ സംഗമം നടക്കാൻ സമയം ബാക്കി നിൽക്കുകയാണ് വെളിപ്പെടുത്തൽ വരുന്നത്. അതെങ്ങനെയാണ് വെളിപ്പെടുത്തൽ വന്നെന്നുള്ളത് കൃത്യമായി നമ്മൾ പരിശോധിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിന് ശേഷം പിന്നീടത് അന്വേഷിച്ച് വരുമ്പോൾ ആ വെളിപ്പെടുത്തിയ ആളിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ സാധനം കണ്ടെടുക്കുന്നു. അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നെ ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അല്ല, ഈ അന്വേഷണത്തിന് സർക്കാരല്ല ഉത്തരവിടുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചുമതലയിലും നിർദ്ദേശത്തിലുമാണ് 2023 മുതൽ ശബരിമലയിലെ സ്വർണം, മറ്റു ഉരുപ്പടികൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതിയോടുകൂടി പോകേണ്ടത്. അതിലാദ്യം കയറി കോടതി ഒരു തീരുമാനം എടുത്ത് സൊമോട്ടോ കേസെടുത്ത് കാര്യങ്ങളുമായി നീങ്ങുമ്പോൾ അതിന് സമാന്തരമായി ഗവൺമെൻറ് മറ്റൊരു അന്വേഷണമായി പോകുമ്പോൾ കോടതിയെ വിശ്വാസമില്ലാത്ത രൂപത്തിലേക്ക് വരും. ഞങ്ങൾക്ക് കോടതിയെ പൂർണ്ണമായി വിശ്വാസമാണ്. കോടതിയുടെ ഭാഗത്തൊരു പിഴവും വരില്ല, ഒരു പിഴവുമില്ല. ഈ കാര്യത്തിൽ പൂർണ്ണമായി എടുത്ത നിലപാടുകളെല്ലാം ശരിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതി എടുത്ത ആ നിലപാട് എന്താണോ കോടതി പറയുന്നത് അതിനെ ആസ്പദമാക്കി തുടർ നടപടികളിലേക്ക് പോകാനാണ് ഞങ്ങൾ ദേവസ്വം ബോർഡ് നിർദ്ദേശം കൊടുത്തു. സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം കോടതിയുടെ മുമ്പാകെ ഞങ്ങൾ വെച്ച നിർദ്ദേശമാണ്. ഗവൺമെൻറ് അഭിപ്രായം ഇതൊരു SIT എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം, അതല്ലെങ്കിൽ പ്രത്യേക ക്രൈംബ്രാഞ്ചിൻ്റെ ഉന്നത ടീം അന്വേഷിക്കണം, അതല്ലെങ്കിൽ കേരള പോലീസിലെ വിജിലൻസിലെ ഉന്നത, ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടീമിനെ വെക്കണമെന്ന ആശയം സംസ്ഥാന ഗവൺമെൻറ്റാണ് ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം ദേവസ്വം ബോർഡിനെ കൊണ്ട് കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചത്. കോടതി അത് അംഗീകരിച്ചു. അപ്പോൾ അതിനു മുമ്പ് കേസെടുക്കുക എന്നുള്ളത് കോടതിയെ വെല്ലുവിളിക്കലാണ്. കോടതിയെ വെല്ലുവിളിക്കുന്ന സമയം ഗവൺമെൻറ് എടുക്കാറില്ല. എന്തായാലും രേഖ വ്യക്തമാണെന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും രേഖ കിട്ടിയൊന്നു ഞങ്ങളുടെ മുമ്പിൽ എങ്ങനെ രേഖ കിട്ടിയില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും രേഖ മുമ്പ് ഇങ്ങനെ ഗൂഢാലോചനയൊക്കെ നടത്താൻ കിട്ടിയപ്പോൾ പോയിട്ട് നിങ്ങളുടെ കയ്യിൽ പലതും തന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ഞങ്ങൾ പറയുന്നത് ഈ കാര്യത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഗവൺമെൻറ് മുമ്പിൽ ഇങ്ങനൊരു കറങ്ങി കയറുന്നത് നേരത്തെ കിട്ടിയില്ല. കിട്ടിയ സന്ദർഭത്തിൽ തന്നെ സമയബന്ധിതമായി അത് അന്വേഷിക്കാൻ വേണ്ടി SITയോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെയോ കോടതി എടുത്ത നിലപാടിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് അതിനെ എല്ലാ തരത്തിലും സ്വാഗതം ചെയ്തുകൊണ്ട് അന്വേഷണത്തിന് പോകണമെന്ന് തന്നെ നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത്. ഇപ്പോഴും അത് തന്നെ. കഴിഞ്ഞ 5-6 ദിവസങ്ങളിലായാലും ഇപ്പോഴായാലും സർക്കാർ ഭയങ്കര നിഷ്കളങ്കമായിട്ടാണ് സർക്കാരിന്റെ പ്രതികരണം. അങ്ങനെയല്ല സർക്കാരിന്റെ മൊത്തത്തിൽ. കാരണം എല്ലാ ഉദ്യോഗസ്ഥർ വീഴ്ചയാണെന്നതിന് മുൻധാരണയിലാണ് നിങ്ങളെല്ലാവരും സംസാരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോ ഒരു ബന്ധവുമില്ലെന്ന് ഇപ്പോഴെ ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇല്ല, ഒന്നും പറഞ്ഞില്ലോ. ഏതെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെന്നല്ലേ ഞാൻ പറഞ്ഞു. നിങ്ങളെന്തിനാ ആ ചോദ്യം ചോദിച്ചേ? ഞാനിപ്പോൾ പറഞ്ഞു ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദേവസ്വം ബോർഡിനെ കുറിച്ചും പരാമർശമോ മറ്റു പൊളിറ്റിക്കൽ ലീഡർഷിപ്പും വന്നിട്ടില്ല. ഇനി അന്വേഷണത്തിൽ SIT അന്വേഷിക്കുമ്പോൾ ആരെക്കുറിച്ചെങ്കിലും വന്നാൽ അവർ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ പോകേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വരണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആരെങ്കിലും ഉണ്ടെങ്കിലും വന്നോട്ടെ. അത് പോലീസിനെ വെല്ലുവിളിക്കലല്ലേ, കോടതിയെ വെല്ലുവിളിക്കല്ലേ? കോടതിയും ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്.
കോടതിയിൽ ഈ അന്വേഷണ റിപ്പോർട്ട്, ഇന്റർവ്യൂ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് സീൽ വെച്ച കവറിൽ കൊടുക്കണം എന്നാണ് ഉദ്ദേശിച്ചുള്ളത്. എന്നുവെച്ചാൽ വാർത്ത വെളിയിൽ പോകാൻ പാടില്ല എന്നാണ്. അപ്പം നിങ്ങൾക്ക് വെളിയിൽ ഈ വാർത്ത പല രൂപത്തിൽ കൊടുത്തിട്ട് പല രൂപത്തിൽ വ്യാഖ്യാനിക്കും, വിചാരണയും വരേണ്ടതില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ട കോടതി ഇന്ന് പ്രത്യേകമായി നിർദ്ദേശിച്ചിരിക്കുന്നു, സീൽ വെച്ച കവറിൽ ഇന്റർവ്യൂ റിപ്പോർട്ട് കോടതിയിൽ നേരിട്ട് സമർപ്പിക്കണം, വേറെ എവിടെയും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതിയെ എനിക്ക് പൂർണ്ണമായും, ഞങ്ങൾക്ക് ഗവൺമെൻറ് പൂർണ്ണമായി വിശ്വാസമാണ്, ഒരേ നിലപാടാണ് കോടതി, ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ കോടതിയെ സംബന്ധിച്ച് വേറെ ഏത് അന്വേഷണത്തിൽ ആരുടെ പേരുണ്ടെങ്കിലും വരട്ടെ, പൂർണ്ണമായി ആ കാര്യത്തിൽ ആരുടെ ഉണ്ടെങ്കിലും നിയമത്തിന് ദൃഷ്ടിയിൽ വരണം, ഒരാളും രക്ഷപ്പെടാൻ പാടില്ലെന്നാണ് ഗവൺമെൻറ് നിലപാട്.